സന്ദീപ് വാര്യർക്ക് സീറ്റ് കൊടുക്കില്ലേ? ചർച്ചകളിലൊന്നും പേര് കേൾക്കുന്നില്ലല്ലോ. അത് വലിയ തമാശയാണ്. ഇപ്പോൾ വയനാട്ടിൽ ഒരു സപ്തനക്ഷത്ര സൗകര്യങ്ങളുള്ള ഒരു ഹോട്ടലിൽ KPCCയുടെ ഒരു വലിയ വിപുലമായ യോഗമൊക്കെ ചേർന്നു. തരൂർ മുതൽ സകല നേതാക്കന്മാരും പങ്കെടുത്തു. ലക്ഷക്കണക്കിനല്ല കോടികൾ അതിന് ചിലവായി എന്നാണ് പറയുന്നത്. ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് ഏതാണ്ട് സ്ഥാനാർത്ഥികളെക്കുറിച്ചൊക്കെ ആലോചിച്ചു. സന്ദീപ് വാര്യരുടെ പേര് ആരും പറഞ്ഞില്ല എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ സന്ദീപ് വാര്യർ നമ്മൾ ഓർക്കുന്നില്ല, ഷൊർണൂർ പണ്ട് BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു ഷൊർണൂർ അല്ലേ. അത് കഴിഞ്ഞ് പാലക്കാട് അദ്ദേഹത്തിന് ഒരു സീറ്റ് കിട്ടുമെന്ന് ആഗ്രഹിച്ചു, സീറ്റ് കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ യോഗത്തിൽ പങ്കെടുത്തപ്പോൾ വേദിയിൽ കസേര കിട്ടിയില്ല എന്ന് പറഞ്ഞ് പാർട്ടി വിട്ടുപോയ, കസേര ആണ് മുഖ്യം, കസേരയാണ് മുഖ്യം ബിഗിലെ എന്നൊക്കെ പറയുന്നത് പോലെ പാർട്ടി വിട്ടുപോയ ആളാണ്. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി എനിക്ക് നല്ല സൗഹൃദം ഉണ്ടായിരുന്ന ആളാണ് സന്ദീപ് വാര്യർ. ഇപ്പോൾ സൗഹൃദം ഉണ്ടോയെന്ന് ചോദിച്ചാൽ സന്ദീപ് വാര്യരുടെ ചില നിലപാടുകൾ വെറുപ്പിക്കുന്നതാണ്. നമുക്ക് ഒരാൾക്ക് ഇഷ്ടമുള്ള പാർട്ടി സ്വീകരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, അത് അയാളുടെ വ്യക്തിപരമായ താല്പര്യമാണ്. അതുകൊണ്ട് വ്യക്തിബന്ധങ്ങൾ തകരേണ്ടതില്ല. BJP വിട്ട് സന്ദീപ് വാര്യർ പോകേണ്ടിയിരുന്നില്ല എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അത് പറഞ്ഞു വെക്കാതെ തരമില്ല. പക്ഷേ സന്ദീപിനെ നമ്മൾ രാഷ്ട്രീയമായി ആക്രമിച്ചിട്ടുണ്ട്, രാഷ്ട്രീയമായി. പക്ഷേ അതിനെ വ്യക്തിപരമായി സന്ദീപ് കാണുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത്. രാഷ്ട്രീയം മാറുമ്പോൾ, രാഷ്ട്രീയം പറയുമ്പോൾ രാഷ്ട്രീയമായ ആക്രമണം വരും. അത് സന്ദീപ് വാര്യർക്ക് നന്നായിട്ട് അറിയാം. സന്ദീപ് വാര്യരെ പോലെ മറ്റുള്ളവരെ ആക്രമിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം വേറെയില്ല. അദ്ദേഹത്തിൻ്റെ പഴയകാല വീഡിയോകൾ കാണാം. നമ്മളൊക്കെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനോട് വർത്തമാനം പറയുമെങ്കിലും ഇവിടുത്തെ മുസ്ലിമുകളെയൊക്കെ പിടിച്ചിട്ട് ടയർ ശരീരത്തിട്ടിട്ട് കത്തിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. അങ്ങനെയൊക്കെ അദ്ദേഹം പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ അല്ലേ, വിവാദമായ പോസ്റ്റുകൾ, ടയറിട്ട് കത്തിക്കണമെന്നോ ഒക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അത്രയും തീവ്രതയൊന്നും മതവിരുദ്ധത ഒരു മതത്തിൽപ്പെട്ട ആളുകളോട് നമ്മളാരും കാണിച്ചിട്ടില്ല. നമ്മൾ പറയുന്നത് ഒരു മതം മതപ്പാടോടെ പ്രവർത്തിച്ചാൽ അതിനെ ചെറുക്കണം എന്നാണ് നമ്മുടെ നിലപാട്. അത് അംഗീകരിക്കാൻ പറ്റില്ല. ഏതു മതമാണേലും, അത് ഹിന്ദുക്കളാണെങ്കിലും ഭ്രാന്തമായ വർഗീയ ഭ്രാന്തോടുകൂടി ഇതര മതസ്ഥരെ കൊല്ലാൻ തീരുമാനിച്ചിറങ്ങിയാൽ നമ്മളതിനെതിരെയും വർത്താനം പറയും. ഹിന്ദുവിന് പക്ഷേ അങ്ങനെ പോകാൻ കഴിയില്ല. ഹിന്ദുവിൻ്റെ ധർമ്മം അങ്ങനെയല്ല. ഹിന്ദു തുണിലും തുരുമ്പിലും പുല്ലിലും പുഴുവിലും ഈശ്വരൻ്റെ സാന്നിധ്യം കാണുന്നവരായതുകൊണ്ട് ഹിന്ദുവിന് സകലരെയും സ്നേഹിക്കാനേ പറ്റുള്ളൂ. അതവിടെ നമ്മുടെ വിഷയമല്ല. ഏതായാലും സന്ദീപ് വാര്യരുടെ പേര് ഇപ്പോൾ പറഞ്ഞ് കേൾക്കുന്നില്ല എന്നത് ശരിയാണ്. അതുകൊണ്ട് സന്ദീപ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സന്ദീപിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു. സന്ദീപ് പറയുന്നത്, പാർട്ടി പറഞ്ഞാൽ ഞാൻ എവിടെയും മത്സരിക്കും. പാർട്ടി പറയുന്നില്ലപ്പാ, അതുകൊണ്ട് പറഞ്ഞു. സന്ദീപ് അടുത്ത സെൻറ്റൻസ് പറഞ്ഞു, പാലക്കാട് എനിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ തൃശ്ശൂരാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം തൃശ്ശൂരുമായി അദ്ദേഹത്തിനുള്ള ബന്ധം വളരെ വിഖ്യാതമായ ബന്ധമാണല്ലോ, എല്ലാവർക്കും അറിയാം. തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പിന് വേണ്ടി അദ്ദേഹം അക്ഷീണം പ്രവർത്തിച്ചു. പിന്നെ വയനാട് ജില്ലയുടെ ചുമതലയുണ്ടായിരുന്നു, അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ സന്ദീപ് വാര്യർക്ക് തൃശ്ശൂർ നിന്നങ്ങ് ജയിക്കും എന്നൊരു തോന്നലുണ്ട്. അത് സന്ദീപ് വാര്യൻ്റെ വിശ്വാസം. പിന്നെ അദ്ദേഹം പറഞ്ഞ വേറെ തമാശയുണ്ട്, പാലക്കാടെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തട്ടകമാണെന്നാണ് പറഞ്ഞത്. സന്ദീപ് വാര്യർ വിചാരിച്ചാൽ അവിടെ കാറ്റ് പോലും നിശ്ചലമാകും, കിളികൾ പറക്കില്ല, സൂര്യൻ ഉദിക്കില്ല. സന്ദീപ് വാര്യരാണ് അവിടെ എല്ലാം നിയന്ത്രിക്കുന്നത്. ഭഗവാൻ കൃഷ്ണൻ മറ്റേ സുദർശന ചക്രം കൊണ്ട് സൂര്യനെ മറച്ചു എന്ന് പറയുന്ന പോലെ സന്ദീപ് വാര്യർ വിചാരിച്ചാൽ BJPക്ക് അസ്തമനം ഉണ്ടാവും എന്നാണ് പുള്ളി കരുതുന്നത്. സ്വയം കരുതി വെച്ച ഒരു പക്ഷിയുണ്ടല്ലോ, ഇങ്ങനെ കുലുങ്ങുമ്പോൾ പക്ഷിക്ക് തോന്നും ലോകം മുഴുവൻ കുലുങ്ങുകയാണെന്ന്. അതിൻ്റെ പേര് പറയാൻ കൊള്ളൂല ക്യാമറയ്ക്ക് മുന്നിൽ. അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല, പ്രേക്ഷ അതുപോലെയൊക്കെ സന്ദീപ് ധരിച്ച വശാകുക. കാരണം സന്ദീപ് പറയുകയാണ്, പാലക്കാട് K. സുരേന്ദ്രൻ മത്സരിക്കുന്നു എന്ന് കേട്ടു. K. സുരേന്ദ്രൻ മത്സരിച്ചാൽ K. സുരേന്ദ്രൻ 3-ാം സ്ഥാനത്ത് പോകും. ഈ ആരാ ഇതൊക്കെ പറയുന്നത്? സന്ദീപ് വാര്യർ ആരാ? K. സുരേന്ദ്രൻ ആരാ? സന്ദീപ് വാര്യർ ഈ പറഞ്ഞ പോലെ ഈ നേരത്തെ ഈ കുലുക്കുന്ന പക്ഷിയെ പോലെ ആവരുത്. ഒരു രാഷ്ട്രീയ പ്രവർത്തകന് കുറച്ചൊക്കെ ഒരു വിനയം, എളിമ ഒക്കെ വേണം. നിങ്ങൾ K. സുരേന്ദ്രൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാനുള്ള യോഗ്യത സന്ദീപ് വാര്യർക്കില്ല എന്ന് എനിക്ക് മാത്രമല്ല ഈ കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. പ്രവർത്തനത്തിൻ്റെ രീതിയിൽ, സംസാരത്തിൻ്റെ കാര്യത്തിൽ K. സുരേന്ദ്രൻ എത്രയോ മുകളിലാണ്. ജനകീയ ബന്ധത്തിൻ്റെ കാര്യത്തിൽ, വ്യക്തിബന്ധങ്ങളുടെ കാര്യത്തിൽ അതൊക്കെ നമ്മൾ ആദ്യം എതിരാളിയാണ് എന്നതുകൊണ്ട് അവരെ ഇങ്ങനെ അപ്രസക്തരാകുന്ന തരത്തിൽ സംസാരിക്കുന്നത് വളരെ മോശമാണ്. ഇത് പണ്ടും സന്ദീപ് വാര്യർ ചെയ്തിട്ടുണ്ട്. പിന്നെ സന്ദീപ് വാര്യർ ഇപ്പോൾ നിൽക്കുന്ന കൂട്ടമുണ്ടല്ലോ, മുസ്ലിം ലീഗും UDF-ഉം അടങ്ങുന്ന കൂട്ടം, അവരിലൊക്കെ നിങ്ങളൊക്കെ കാണുമ്പോൾ ചിലരൊക്കെ കെട്ടിപ്പിടിക്കാറുണ്ട്. എന്നോട് ഒരാൾ ഈ ചാനൽ ചർച്ചകളിലൊക്കെ പോകുന്ന ഒരാൾ പറഞ്ഞു, ഞങ്ങൾ ഒരു ചാനലിൻ്റെ വാർഷികത്തിന് ഈ ചാനലിൻ്റെ പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്ന സംവാദകരെയെല്ലാം കൂട്ടിക്കൊണ്ടുപോയി. ഒരു ബോട്ടിൽ യാത്രയായിരുന്നു. ബോട്ടിൽ പോകുമ്പോൾ സകലരും വന്ന് പരസ്പരം സംസാരിക്കുന്നുണ്ട്. സന്ദീപ് വാര്യരോട് സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ആ ബോട്ട് യാത്രയിൽ, കായലിലൂടെ പോകുന്ന ഒരു ബോട്ട് യാത്രയിൽ ഈ മനുഷ്യൻ ഒറ്റപ്പെട്ട് നിൽക്കുകയായിരുന്നു.
അത്രേ വില കുറിച്ചിട്ടുള്ളൂ ഈ പാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന സഹപ്രവർത്തകർ പോലുമെന്ന് എന്നോട് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സംവാദകൻ പറഞ്ഞതാണ്. ആ ചാനലിൻ്റെ പേര് നിങ്ങൾക്കറിയാം, അടുത്തിടയ്ക്ക് വാർഷികം ആഘോഷിച്ച ചാനൽ ഏതാണെന്ന് പറഞ്ഞാൽ അറിയാം. അപ്പോൾ ഇതാണ് സന്ദീപ് വാര്യരെ നിങ്ങളുടെ അവസ്ഥ. നിങ്ങൾ അവിടുന്ന് പുറപ്പെടുകയും ചെയ്തു, എത്തേണ്ടടുത്ത് എത്തിയിട്ടില്ല. ഈ നിങ്ങൾ മുറിവേൽപ്പിച്ച, നിങ്ങൾ പാണക്കാട് പോയി ബിരിയാണി തിന്നുന്നുണ്ട്. പക്ഷേ മുസ്ലിം സാമാന്യ മനസ്സുകളിൽ നിങ്ങൾ മുൻകാലങ്ങളിൽ ഏൽപ്പിച്ച മുറിവുകൾ ഉണങ്ങുകയൊന്നുമില്ല, അതവിടെ കിടക്കും. ഒരു പാടെങ്കിലും ബാക്കിയുണ്ടാവും, അതുപോലെ കോൺഗ്രസ്സുകാർക്ക് നിങ്ങളിപ്പോൾ ചാമക്കാലയെ കാണുമ്പോൾ ലോഹ്യം പറയുന്നത്, ഈ ചാമക്കാലയെ നിങ്ങൾ വിളിച്ച ചീത്തയൊക്കെ ഇപ്പോഴും ഫേസ്ബുക്കിൽ ആർക്കൈവ്സിലുണ്ട്. എത്ര നിന്ദ്യമായ ആക്രമണം അന്നത് കണ്ട ആവേശം കൊണ്ടിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ ഈ ചാനൽ ചർച്ചയൊന്നും സ്ഥിരം കാണാത്തതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷേ സന്ദീപ് നായർ പഠിച്ചൊക്കെ പറയുമായിരുന്നു കേട്ടോ. പഠിച്ചൊക്കെ പറയുമെന്ന് പറഞ്ഞാൽ എനിക്കറിയായിരുന്നു. നമ്മുടെ മോഹൻദാസയുടെ TG-നെയൊക്കെ വിളിക്കും, അവരെയൊക്കെ വിളിച്ചിട്ട് പലപ്പോഴും ഡാറ്റ എടുക്കും, വിവരങ്ങൾ ചോദിക്കും. ഇതൊക്കെ എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. അങ്ങനെയൊക്കെ വിവരങ്ങൾ ശേഖരിച്ച് നന്നായിട്ട് സംസാരിക്കുന്ന ആയിരുന്നു സന്ദീപ് വാര്യർ. ഇപ്പോൾ ഇവർ കോൺഗ്രസ് ആകുമ്പോൾ വലിയ ആധികാരികമായിട്ട് പഠിക്കുകയൊന്നും വേണ്ടല്ലോ. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഇന്നലെ പറഞ്ഞതെല്ലാം വിഴുങ്ങാനുള്ള അസാമാന്യമായ ഒരു കരുത്തുണ്ടല്ലോ, അത് സന്ദീപ് വാര്യർക്കുണ്ടെന്ന് സന്ദീപ് വാര്യർ തെളിയിച്ചിരിക്കത്ത കരുത്തെന്നല്ല, തൊലിയുടെ കട്ടി എന്നാണ് പറയുന്നത്. രാഹുൽ ഗാന്ധിയെക്കുറിച്ച്, പ്രിയങ്ക ഗാന്ധിയെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയ്ക്കും അപ്പുറത്തൊരു ദൈവമില്ല. ഇതൊക്കെയല്ലേ. പിന്നെ ഗണവേഷം ഇട്ട് നിന്നിരുന്ന ഫോട്ടോ ഇട്ട് അഭിരമിച്ചിരുന്നൊരു സന്ദീപ് വാര്യരുണ്ട്. ഇപ്പോൾ ഗണവേഷം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ചൊറിച്ചിൽ വരും. അപ്പോൾ ഇതൊക്കെ നിലപാടുകളുടെ പ്രശ്നമാണ്. നമ്മൾ രാഷ്ട്രീയം മാറാൻ ഒരു സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ചാനൽ സംവാദകനായ റജി ലൂക്കോസ് CPM വിട്ടു, BJP ചേർന്നു. പക്ഷേ CPM-നെ പിണറായി വിജയനെയൊന്നും പച്ചയ്ക്ക് തെറി പറയാൻ അദ്ദേഹം നിൽക്കുന്നില്ല. റജി ലൂക്കോസിൻ്റെ പോസ്റ്റുകളിൽ പോലും പിണറായി വിജയനെയോ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബിയോ കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയും ദീർഘകാലം ജനറൽ സെക്രട്ടറി EMS-നെയോ അധിക്ഷേപിക്കുന്ന പോസ്റ്റുകൾ ഇട്ടിട്ടില്ല. അത് മര്യാദ. ആ മര്യാദ മറന്നുപോയി എന്നുള്ളതാണ് സന്ദീപ് വാര്യരെ സ്നേഹിച്ചിരുന്ന ആളുകൾക്ക് വലിയ ദേഷ്യം ഉണ്ടാകാറ്. രാഷ്ട്രീയം മാറാം, പക്ഷേ ഇന്നലകളെ മറക്കാൻ പാടില്ല. അപ്പം ഞാൻ നോക്കുകയാണ്, കഴിഞ്ഞ 4 ദിവസവും ഞാൻ റജി ലൂക്കോസിൻ്റെ പോസ്റ്റുകൾ നോക്കുന്നു. അപ്പോൾ അദ്ദേഹം CPM-നെ ആക്ഷേപിക്കുന്ന, പിണറായി വിജയനെ ചിത്ത വിളിക്കുന്ന ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. ഞാനിന്ന് രാവിലെ റജി ലൂക്കോസിനോട് സംസാരിച്ചു. റജി ലൂക്കോസ് പറയുന്നത് അദ്ദേഹം CPM-നെ അങ്ങനെ തള്ളിയൊന്നും പറയുന്നില്ല. CPM-ൽ പക്ഷേ എന്നെ പോലെ ഒരാൾക്ക് CPM-ൽ നിൽക്കാൻ കഴിയത്തില്ല. കാരണം ഞാൻ പ്രതീക്ഷിച്ച പാർട്ടിയല്ല ഈ പാർട്ടി. അതല്ലാതെ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആകെ കുഴപ്പമാണ് എന്നല്ല പറയുന്നത്, അത് കാലഹരണപ്പെട്ടു പോയി, ഇന്ന് അതിന് പ്രസക്തിയില്ലാതായിരിക്കുന്നു എന്ന് പറയുന്ന ആരോഗ്യകരമായ ഒരു രാഷ്ട്രീയമാണ് റജി ലൂക്കോസ് മുന്നോട്ട് വയ്ക്കുന്നത്. സന്ദീപ് വാര്യർ മുന്നോട്ട് വെച്ചത് എന്താ? അദ്ദേഹം ഇന്നലെ വരെ അദ്ദേഹത്തിന് ഊർജം കൊടുത്ത സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ ഉണ്ടാക്കിയ ആ പ്രസ്ഥാനത്തിനെ, മൂവ്മെൻറ്റിനെ ആകെ തള്ളിപ്പറഞ്ഞു. അതാണ് ഒരു വ്യത്യാസം. അത് ഒരു മാന്യമായ, നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന കാര്യങ്ങൾ മറക്കാൻ പാടില്ല. അതാണ് എനിക്ക് സന്ദീപ് വാര്യരോടുള്ള അഭിപ്രായം. കേരളത്തിലെ BJP-ക്കാർക്ക് ഒക്കെ ഉള്ളൊരു അഭിപ്രായ വ്യത്യാസം അതായിരുന്നു. കാരണം സംഘത്തെയും നരേന്ദ്രമോദിയൊക്കെ അങ്ങ് വല്ലാതെ ഇകഴ്ത്തി അപമാനിക്കുന്ന തരത്തിലേക്ക് ചില പ്രതികരണങ്ങൾ സന്ദീപ് വാര്യർ നടത്തി. അതാണ് സന്ദീപിന് പറ്റിയ ഏറ്റവും വലിയ ഒരു പിഴവ്. കാരണം ഇവരുടെ പ്രീതി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. പക്ഷേ എന്ത് പറ്റി? സന്ദീപ് വാര്യർ എന്നറിയാം, എവിടെയെങ്കിലും മത്സരിച്ചാൽ ഉറപ്പായിട്ടും BJP തോൽപ്പിച്ചിരിക്കും. കാരണം ഒരാളെ തോൽപ്പിക്കാനുള്ള വോട്ട് എല്ലാ മണ്ഡലത്തിലും കേരളത്തിലെ BJP-ക്കുണ്ട്. സന്ദീപ് വാര്യർ എവിടെ മത്സരിച്ചാലും BJP ക്രോസ് വോട്ട് ചെയ്താണേലും തന്നെ തോൽപ്പിക്കുമെന്ന് ഭയപ്പെടുന്ന ആളാണ് സന്ദീപ് വാര്യർ. അതുകൊണ്ട് സന്ദീപ് ആഗ്രഹിക്കുന്നത് ചില മുസ്ലിം ലീഗിൻ്റെ ഒരു സീറ്റ് കിട്ടിയാൽ സേഫ്. മുസ്ലിം ലീഗിൻ്റെ എന്താ പ്രാന്താണോ? അവരുടെ സേഫായിട്ട് അവരുടെ കേഡർമാരെ മത്സരിപ്പിക്കാനുള്ളൊരു സീറ്റ് ഇന്നലെ ഒരിടത്തുനിന്ന് ഇവിടെ വന്ന്, അവരുടെ ലീഗിനെ ഏറ്റവും വലിയ ശത്രുവായി കരുതുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് വന്ന് ഇവിടെ നിന്നിട്ട് അവരുടെ രഹസ്യങ്ങൾ മുഴുവൻ വിളിച്ചു പറയുന്ന ഒരാൾ, കൂടെ നിന്നപ്പോഴുള്ള കാര്യങ്ങൾ മുഴുവൻ വിളിച്ചു പറയുന്ന ഒരാളെ വിശ്വസിക്കാൻ ലീഗ് മണ്ടന്മാരാണെന്ന് കരുതുന്നത്. ലീഗിനെ പോലെ രാഷ്ട്രീയ കൗശലമുള്ളൊരു പാർട്ടി പറയില്ല. അതുകൊണ്ട് ലീഗിൻ്റെ സീറ്റൊന്നും കിട്ടാൻ പോകുന്നില്ല. പിന്നെ കോൺഗ്രസിനകത്തും ചോദിക്കുമല്ലോ ആൾ, എന്താണ് സന്ദീപ് വാര്യരുടെ കോൺട്രിബ്യൂഷൻ? സന്ദീപ് വാര്യരുടെ കോൺട്രിബ്യൂഷൻ എന്താ? കോൺഗ്രസ് പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ കേരളത്തിൽ സന്ദീപ് വാര്യർ എന്ത് ചെയ്തു? പിന്നെ BJP-യിൽ നിന്നൊരു ആളെ ഇങ്ങോട്ട് വന്നു, അതിനുവേണ്ടി പ്രതിഫലമായിട്ട് ജനറൽ സെക്രട്ടറിമാരില്ല, എത്ര ജനറൽ സെക്രട്ടറി ഉണ്ട്? 50. അതിലൊരു ജനറൽ സെക്രട്ടറി സ്ഥാനം കൊടുത്തു, മതി, അത്രയൊക്കെ മതി എന്ന് കരുതുന്നവരുണ്ട്. ഏതായാലും സന്ദീപ് വാര്യന് നിലവിലുള്ള ചർച്ചകളിലൊന്നും കോൺഗ്രസ് നേതാക്കന്മാർ, നമുക്ക് പരിചയമുള്ളവരൊക്കെ നമ്മൾ സംസാരിച്ചിട്ടും സന്ദീപ് വാര്യരുടെ പേരൊന്നും ആരും പറയുന്നില്ല, എവിടെയാണെന്നുള്ള ചർച്ചയും വരുന്നില്ല. അതുകൊണ്ട് സന്ദീപ് വാര്യർ സ്വയം ചർച്ച തുടങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ തൃശ്ശൂരിനെ സ്നേഹിക്കുന്നു, തൃശ്ശൂർ എനിക്ക് ഇന്ന് എടുത്താൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് ഏതായാലും വാര്യർ കുട്ടിയുടെ മോഹങ്ങൾ ഇങ്ങനെ പൂവണിയാതെ
ഇരിക്കുക എന്ന് പറയുന്നത് സങ്കടകരമാണ്. പക്ഷേ അതാണ് യാഥാർത്ഥ്യമെന്നത് വസ്തുതയാണ്.